പി.സി. ജോർജ് കോടതിയിലെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഈരാറ്റുപേട്ട സ്റ്റേഷനിലെത്തിയായിരിക്കും ഹാജരാകുക എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. പി.സി. ജോർജ് കോടതിയിലാണ് എത്തിയിരിക്കുന്നത്. കോട്ടയം സെഷൻസ് കോടതിയിലാണ് എന്നുള്ള വിവരമാണ് എന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ കോട്ടയം സെഷൻസ് കോടതിയും ഹൈക്കോടതിയുമാണ് പി.സി. ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നത്. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ കഴിഞ്ഞ 2 ദിവസമായി പി.സി. ജോർജ് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന വിവരമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഈരാറ്റുപേട്ട ഇൻസ്പെക്ടർക്ക് മുന്നിൽ ഹാജരാകുമെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. നോട്ടീസ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഈ ഹാജരാകാൻ 2 ദിവസത്തെ സാവകാശം പി.സി. ജോർജ് തേടിയത്. കഴിഞ്ഞ ജനുവരി 5-നാണ് ഈ ചാനൽ ചർച്ചയ്ക്കിടെ പി.സി. ജോർജ് മതവിദ്വേഷ പ്രസംഗം, മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. അതിന് തൊട്ടുപിറകെ യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റി പരാതി നൽകുന്നു. പോലീസ് കേസെടുക്കുന്നു. കോട്ടയം സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി.സി. ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. ഹൈക്കോടതി അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ പി.സി. ജോർജിനെതിരെ നടത്തുന്നു. അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് അർഹനല്ല പി.സി. ജോർജ്, രാഷ്ട്രീയ പ്രവർത്തനത്തിന് തന്നെ അർഹനല്ല എന്നുള്ള പരാമർശമൊക്കെ ആണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ അതേസമയം പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് രാഷ്ട്രീയ നാടകമാണ് എന്നുള്ള ആരോപണവുമായി ബി.ജെ.പി എത്തിയിരുന്നു. ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ പിന്തുണ നൽകിക്കൊണ്ട് പി.സി. ജോർജിന്റെ അറസ്റ്റ് ചിലരെയൊക്കെ തൃപ്തിപ്പെടുത്താനുള്ള പിണറായി സർക്കാരിന്റെ നീക്കമാണ് എന്നുള്ള ആരോപണമാണ് ബി.ജെ.പി നേതാക്കന്മാർ നടത്തിയത്. പക്ഷേ പി.സി. ജോർജ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ നേരെ പി.സി. ജോർജ് കോടതിയിലെത്തിയിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു 2 ദിവസത്തെ സാവകാശം തേടിയത്. ഇപ്പോഴിതാ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്നുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ഒരു വശത്ത് വന്നിരിക്കുന്നു. അതേസമയം ഇപ്പോൾ പി.സി. ജോർജ് കീഴടക്കാനായി നേരിട്ട് കോടതിയിലെത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ട എന്ന് കരുതി പേട്ട കോടതിയിലാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം ഇപ്പോൾ വരുന്നത്.